എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ കോജിക് വില്ലൻ അവൻ അവിടേക്ക് ചാടി വന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി ടെററായിട്ട് നിൽക്കുകയാണ്. ആണെങ്കിൽ ആ കോജിക്കിനെ കണ്ട് പേടിക്കും. അവന് നന്നായിട്ട് അറിയാം ആ കോജിക്കിന്റെ പവർ അത് എത്ര മാത്രമാണെന്ന്. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ കോജിക്കാണെങ്കിൽ സമറിൻ ജിപ്സ് ഉപയോഗിച്ച് വലിയൊരു ജയന്റ് തവളയെ ക്രിയേറ്റ് ചെയ്ത് ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ആദ്യമായിട്ടാണ് അവനൊരു സമറിൻ ആനിമലിനെ കാണുന്നത്. ഇത്തരത്തിലൊരു പവർ ഉണ്ട് എന്നവൻ കേട്ടിട്ടുണ്ട്. അതങ്ങനെ നേരിട്ട് കണ്ട അത്ഭുതത്തില് ബൊറൂട്ടോ ഫ്രീസായി നിന്നു പോകും. ആ തവളയാണെങ്കിൽ ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാൻ ചാടി അടുക്കും. അടുത്ത നിമിഷം ഔവാണെങ്കിൽ അവരെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ബൊറൂട്ടോയെ അവന്റെ പവർ ഉപയോഗിച്ച് സേവ് ചെയ്ത് പുറകിലേക്ക് വലിച്ചെറിയും. കോജിക്കിനാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. അവൻ ചാടി ഇപ്പോ അവന്റെ ദേഹത്തേക്ക് കയറും. ഓ, നീ അവസാന സമയം നിന്റെ റിയൽ ഫേസ് കാണിച്ചു അല്ലേ? ഒരു ഷിനോബിയായിട്ട് മരിക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് കോജിക്കാണെങ്കിൽ ഇപ്പൊ അവനെ ചവിട്ടി ഞെരിച്ച് കൊല്ലുകയാണ്. ബൊറൂട്ടോയും ടീമും ആ കാഴ്ച കണ്ട് ഷോക്കായിട്ട് അങ്ങനെ അവനെ തന്നെ നോക്കും. ബൊറൂട്ടോയ്ക്ക് അത് സഹിക്കാനാവില്ല. കൊനാമാരു അവനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കും, നീയും ഒവിൻ്റെ ഒപ്പം വന്നതാണോ? എങ്കിൽ തീർച്ചയായിട്ടും ആ കാറയുടെ ഒരു മെമ്പർ തന്നെയായിരിക്കും നീ. അത് കേട്ട് ആ കോച്ചി വില്ലൻ അവൻ ഷോക്കായി ഇപ്പൊ നമ്മുടെ ആൾക്കാരെ തുറിച്ചു നോക്കും. മെയ്റ്റ്സിക്ക് ആണെങ്കിൽ ഇപ്പൊ അവനെ സെൻസ് ചെയ്യും. എനിക്ക് അവനിൽ നിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള എനർജിയും പവറുമാണ് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കോച്ചിങ്ങിനെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ സമറിൻ ആനിമൽ ആയിട്ടുള്ള ആ തവളയുടെ പുറത്ത് അതിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. അവനാണെങ്കിൽ ടെററായിട്ട് പറയും, ഓ, നീയാണല്ലേ സാക്ഷാൽ ബൊറൂട്ടോ, ലീഫ് വില്ലേജിലെ ഹൊക്കാഗയുടെ മകൻ. എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. നീ നിന്റെ അച്ഛനെ പോലെ തന്നെയാണ്. അവുമായിട്ടുള്ള നിന്റെ ഫൈറ്റ് ഞാൻ കണ്ടു. ഫൈറ്റിനൊടുവിൽ നീ അവനെ വീണ്ടും ഒരു ഷിനോബിയാക്കി മാറ്റിയല്ലേ? ഇവൻ ഞങ്ങളുടെ വേറൊരു ടൂളായിരുന്നു. അവനെ നീ ഒരു ഷിനോബിയാക്കി മാറ്റിയെന്ന് പറഞ്ഞ് അവന്റെ സമറിൻ ആനിമലിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് എടുത്തു ചാടി വരും. അതിന് ബൊറൂട്ടോ അവൻ ദേഷ്യപ്പെട്ട് പറയും, ഷിനോബികള് അവർ നീ കരുതും പോലെ വേറൊരു ടൂളല്ല. നിന്നെക്കൊണ്ട് ഒരിക്കലും അവര് വേറൊരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല. അതിനാ വില്ലനാണെങ്കിൽ ഞൊട്ടിയടയിൽ അവന്റെ സമറിൻ പവർ ഉപയോഗിച്ച് 4 പില്ലേഴ്സ് നമ്മുടെ ആൾക്കാർക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യും. പിന്നീട് ലൈറ്റ്നിങ് പവർ അതുപയോഗിച്ച് നമ്മുടെ ആൾക്കാർ ലോക്ക് ചെയ്യാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഫ്രീസായി നിൽക്കുന്നത് കണ്ട് അവൻ അങ്ങനെ പരിഹസിക്കും. എൻ്റെ ഇത്തരത്തിലുള്ള ഒരു മൂവിനെ പോലും പ്രിവെന്റ് ചെയ്യാൻ കഴിയാത്ത വെറും പവർലെസ് ആയിട്ടുള്ള വേസ്റ്റ് ജന്മങ്ങളാണ് നിങ്ങളെല്ലാവരും. നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിവില്ല. ഉടനെ കൊനഹമാരു ആണെങ്കിൽ അവന്റെ ഷർട്ട് അങ്ങനെ ഓപ്പൺ ചെയ്യും. അതിനുശേഷം ഒരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. മിസ്റ്റർ കോജി, ഈ പവർ ഉപയോഗിച്ച് നിന്നെ കൊണ്ട് ഒരിക്കലും ഞങ്ങളെ തളച്ചിടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൊനഹമാരു അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പവർ ഉപയോഗിച്ച് ഇപ്പൊ അവന്റെ പിന്നാലെ പോയി കൊനഹമാരു അറ്റാക്ക് ചെയ്യുകയാണ്. ആ വില്ലനാണെങ്കിൽ എല്ലാ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് കൊനഹമാരുവെ തന്നെ നോക്കും. ശേഷം കോജി വില്ലനും കൊനഹമാരുവും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് വന്ന് പൊരിഞ്ഞ അട്ടയിടി ബഹളം. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ കൊനഹമാരുവെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം പ്രശ്നങ്ങള് അത് കൂടുതൽ വഷളാവുകയാണെന്ന് അവർക്ക് മനസ്സിലാവും. മാത്രമല്ല അവരെ കൊണ്ട് ആ ലൈറ്റ്നിങ് ജിപ്സുവിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും ഇവനെ ഞാൻ തകർക്കുമെന്ന്. അതിനാ കോജിക് വില്ലൻ, നിന്നെ കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നിന്റെ ഈ ചോട്ടാ മോട്ടാ പവറൊന്നും എന്റെ മുൻപിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോ ആ ഞാഞ്ഞ് കൊനഹമാരു ഇടിക്കും. കൊനഹമാരു ആണെങ്കിൽ വേറെ വഴിയില്ലാതെ റസൻഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്യും. അപ്പോഴായിരിക്കും കൊനഹമാരുവിനെയും നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ കോജി വില്ലൻ അവനും റസൻഗൺ ക്രിയേറ്റ് ചെയ്യുക. രണ്ടുപേരും റസൻഗൺ ക്രിയേറ്റ് ചെയ്ത് ആ ഞെട്ടിക്കും. ആ പവറിൽ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് തെറിച്ചു പോവാണ്. കൊനഹമാരു ആണെങ്കിൽ അവനോട് ചോദിക്കും, സത്യം പറയും, നിങ്ങൾ ആരാ? എന്റെ ഈ പവർ, നിങ്ങളുടെ റസൻഗൺ പവർ അതെങ്ങനെ നിനക്ക് ചെയ്യാൻ കഴിയുന്നു ചോദിക്കും. അതിനവനാണെങ്കിൽ വീണ്ടും ആയിട്ട് നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിക്കുകയാണ്. കൊനഹമാരു ആണെങ്കിൽ എന്തോ സംശയം തോന്നി അങ്ങനെ മുകളിലേക്ക് നോക്കും. അവന്റെ തലയിൽ ഒരു ചെറിയ തവള. അടുത്ത നിമിഷം വലിയൊരു ഫയർ വന്ന് ഇപ്പൊ അവൻ അങ്ങനെ മൂടുകയാണ്. അവൻ വേദനയിൽ ഉച്ചത്തിൽ നിലവിളിക്കും. ആ ഒരു ഫയർ അതിപ്പോ അവനെ നല്ല ഫോഴ്സിൽ കത്തി എരിയിക്കുകയാണ്. ബൊറൂട്ടോയ്ക്കും നമ്മുടെ ആൾക്കാർക്കും ആ കാഴ്ച കണ്ട് സഹിക്കില്ല. ബൊറൂട്ടോ വലിയ ഒച്ചയിൽ നിലവിളിക്കേണ്ട താമസം അവന്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ പവർ ക്രിയേറ്റ് ആയി ആ ലൈറ്റ്നിങ് പവർ മുഴുവൻ അവൻ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ കൊനഹമാരുവിന്റെ ബോഡിയിലുള്ള ആ ഒരു ഫയർ അതും അബ്സോർബ് ചെയ്തെടുക്കുകയാണ്.
കൊനഹമാരു പതിയെ മുഴുവനായിട്ടും തകർന്ന് ഇപ്പൊ താഴേക്ക് വീഴും. ബൊറൂട്ടോയുടെ പവർ കണ്ട് ആ കോജിക് വില്ലൻ അവൻ പോലും ഒരു സെക്കൻഡ് ഫ്രീസ് ആവുകയാണ്. ഇവിടെ സാറയുടെയും മീറ്റ്സുകയും മാസ്റ്റർ കൊനഹമാരുടെ അടുത്തേക്ക് ഓടിയെത്തും. മാസ്റ്റർ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ? അതിന് കൊനഹമാരു ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. എന്നിട്ട് ബൊറൂട്ടോയെ തന്നെ നോക്കി നിൽക്കുകയാണ്. മീറ്റ്സുക ആണെങ്കിൽ കൊനഹമാരുവിനോട് പറയും അവന്റെ കയ്യിൽ ഒരു പ്രത്യേകതരം മാർക്ക് ഫോമായി വന്നു. അവൻ ആ ഒരു പവർ ഉപയോഗിച്ചാണ് ആ വില്ലന്റെ പവറുകൾ അബ്സോർബ് ചെയ്തെടുത്ത് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. കട്ട് ചെയ്താ ഇവിടെ ബൊറൂട്ടോ അവനിപ്പോ അവന്റെ കയ്യിലേക്ക് നോക്കുകയാണ്. അവന്റെ കൈ മുഴുവനായിട്ടും ആ പ്രത്യേകതരം മാർക്ക് അത് സ്പ്രെഡ് ആയിരിക്കുകയാണ്. അവൻ ഒരു സെക്കൻഡ് അതിലേക്ക് തന്നെ നോക്കി എനർജിയും ചക്ര പവറും ഒക്കെ തന്നെ നഷ്ടപ്പെട്ട് പതിയെ അങ്ങനെ താഴേക്ക് വീഴുകയാണ്. ബൊറൂട്ടോ താഴേക്ക് വീഴേണ്ട താമസം ആ കോജിക് വില്ലൻ അവനാണെങ്കിൽ ബൊറൂട്ടോയുടെ അടുത്തേക്ക് നടന്നടുക്കും. കാര്യം വഷളാകാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ സാറഡ അവൾ അങ്ങനെ ബൊറൂട്ടോയുടെ അടുത്തേക്ക് ചാടി ഓടി വന്ന് കോജിക് വില്ലന്റെ നേരെ ഒരു കത്തി എടുത്ത് നീട്ടും. മര്യാദയ്ക്ക് മാറി നിൽക്ക്. ബൊറൂട്ടോയുടെ അടുത്തേക്ക് വന്ന തീർച്ചയായിട്ടും നിന്നെ ഞാൻ വെട്ടിയിടൂന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തും. ഉടനെ ആ കോച്ച് വില്ലനാണെങ്കിൽ ചിരിക്കും. ഞാൻ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും ഇന്റൽസും എനിക്ക് കിട്ടി, ഇതിനെല്ലാം എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് അത് അവനോടാണെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് നടന്നു പോകും. അവിടേക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൾ നിലവിളിച്ച് ചോദിക്കും, സത്യം പറയ്, നീ എന്താ ബൊറൂട്ടോയ് ചെയ്തത്? അവൻ എന്താ സംഭവിച്ചേ? അതിന് അവൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. അവളാണെങ്കിൽ അവന്റെ പിന്നാലെ പോകാൻ ശ്രമിക്കുമ്പോൾ മീറ്റ്സുക അവളെ പിടിച്ചു നിർത്തും. എടാ, ഞാൻ പറയുന്നത് കേൾക്ക്, ആളുടെ പിന്നാലെ പോയി ആളുമായിട്ട് ഫൈറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത ബൊറൂട്ടോയ്ക്കും കൊനഹമാരു മാസ്റ്ററിനുമാണ് അത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. സോ തൽക്കാലം നമുക്ക് ഇവരുടെ ജീവൻ അതാണ് വലുത്. മീറ്റ്സുക അത് പറയേണ്ട താമസം ആ കോച്ചി വില്ലൻ അവൻ അങ്ങനെ ടേൺ ചെയ്ത് മീറ്റ്സുകയോട് പറയും, ഒറോച്ചിമാറുവിന്റെ മകനല്ലേ നീ നല്ല വിവേകമുള്ളവനാണ്, കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിനക്കറിയാന്ന് പറഞ്ഞ് അവനെ നോക്കി ചിരിക്കും. അടുത്ത നിമിഷം അവനാണെങ്കിൽ ഇൻവിസിബിളായി തീരുകയാണ്. അല്പസമയം കഴിയുമ്പോൾ സാറഡ അവള് ബൊറൂട്ടോയും തൂക്കിയെടുത്ത് അധികം നടന്ന് ഇപ്പൊ കൊനഹമാരുവിന്റെ അടുത്തേക്ക് വരും. കൊനഹമാരു ആണെങ്കിൽ അവനെ ഒരു പ്രത്യേക സ്ഥലത്ത് അടക്കം ചെയ്ത് ഒരു കല്ലറ പോലെ അവിടെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ആക്ച്വലി എനിക്ക് അവനോട് തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ട്. പക്ഷെ അവസാന സമയത്ത് ആള് ഷിനോബിയായിട്ട് മരിച്ചു. ബൊറൂട്ടോയുടെ ജീവൻ അത് രക്ഷിച്ചു. ആക്ച്വലി കാറയുടെ ടീമിലുള്ളവരെല്ലാവരും തന്നെ പവർഫുൾ ആണെന്ന് ഇപ്പൊ കൊനഹമാരു പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ഡോക്ടറിനെ കാണിക്കും. ഡോക്ടർ ആണെങ്കിൽ ഓരോരുത്തരെ പറ്റിയും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കപ്പിലെ കോഫി ആണെങ്കിൽ റീഫിൽ ചെയ്യാൻ ആൾ അവിടുന്ന് എഴുന്നേറ്റ് പോകേണ്ട താമസം ആ പെണ്ണ് അവൾ അവിടേക്ക് വന്ന് ഇപ്പോൾ കോഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ തുടങ്ങും. ഡോക്ടർ തിരികെ വരുന്നതിന് മുൻപ് തന്നെ അവളാണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത് അവിടുന്ന് കടന്നു പോകും. ഡോക്ടർ അവിടേക്ക് വന്ന് കീബോർഡിൽ ഒന്ന് കാര്യമായിട്ട് ചെക്ക് ചെയ്യും. ആൾക്ക് മനസ്സിലാവും ആരോ ആളുടെ സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെ ആ പെണ്ണിനാണെങ്കിൽ കോഡിനെ കുറിച്ച് പ്രത്യേക ഇൻഫർമേഷൻ ഒന്നും തന്നെ കളക്ട് ചെയ്യാൻ കഴിയില്ല. അവളാണെങ്കിൽ നിരാശയായി അവിടുന്ന് കടന്നു പോകും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ അങ്ങനെ മുൻപോട്ടേക്ക് നടന്നു പോകും. എല്ലാവരും ബൊറൂട്ടോയെ തന്നെയായിരിക്കും ശ്രദ്ധിക്കുക. അതേസമയം ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ കയ്യിലേക്ക് തന്നെ നോക്കും. ഇങ്ങനെയൊരു മാർക്ക് അത് മുൻപ് ഉണ്ടായിട്ടില്ല. അതെന്ത് തരം പവറാണ്, എന്താ അവന് സംഭവിച്ചത് എന്നൊന്നും തന്നെ ഇപ്പൊ ബൊറൂട്ടോയ്ക്കും തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കൊനഹമാരു ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, നമുക്ക് എത്രയും വേഗം ആദ്യം വില്ലേജിലേക്ക് എത്തി ഇവിടെ നടന്നതും നമ്മൾ കണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നറൂട്ടോയെ അറിയിക്കണം. ഈ പെൻഡ്രൈവ് അവന് ഹാൻഡ് ഓവർ ചെയ്യണം. സ്റ്റേജിലേക്ക് എത്തുന്നത് വരെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്ന അതേസമയം മീറ്റ്സുകയാണെങ്കിൽ എന്തോ ഒരു കാഴ്ച കാണും. അവൻ ഞൊടിയിടയിൽ അടുത്തുള്ള വലിയൊരു മലയിലേക്ക് എടുത്തു ചാടി കയറുകയാണ്. അതുകൊണ്ട് ബൊറൂട്ടോയും അവന്റെ പിന്നാലെ വരും. അപ്പൊ അവര് കാണും ദൂരത്തായിട്ട് കുറെ പപ്പടുകൾ അതങ്ങനെ തകർന്ന് കിടക്കുകയാണ്. ഉടനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പോ ആ പപ്പടുകളുടെ അടുത്തേക്ക് വരികയാണ്. മീറ്റ്സുകയാണെങ്കിൽ അതിനെ തൊട്ട് നോക്കും. ആ പപ്പടുകൾ തകർന്നിട്ട് ഒരുപാട് സമയം കഴിഞ്ഞു. ആരായിരിക്കും ഈ പപ്പടുകളെ തകർത്തിട്ടുണ്ടാവുക? എന്തിനു വേണ്ടിയായിരിക്കും ഒറ്റകൾ ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആവും. ആ സമയം ആ കുഞ്ഞു ഡോഗ് അതാണെങ്കിൽ ഒരു പ്രത്യേക ഭാഗത്തേക്ക് നോക്കി കുരയ്ക്കാനായിട്ട് തുടങ്ങും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ആ ഭാഗത്തേക്ക് വന്ന് നോക്കും. അപ്പൊ അവർ കാണും സാക്ഷാൽ കവാക്കി. ആ വെസല് അത് മറ്റാരുമല്ല, ഈ കവാക്കയാണ്. കൊനഹമാരു ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നമ്മൾ അവന്റെ അടുത്തേക്ക് പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അവൻ നല്ല ആളാണോ ബാഡായിട്ടുള്ള ആളാണോ എന്ന് നമുക്കറിയില്ല. സോ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം അവന്റെ അടുത്തേക്ക് പോകണമെന്ന് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ അവന്റെ അടുത്തേക്ക് ചാടി വരും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ കയ്യിലേക്ക് നോക്കും. ബൊറൂട്ടോയുടെ കയ്യിലുള്ള അതേ അടയാളം തന്നെ അവന്റെ കയ്യിലും. ഇത് കണ്ട് ബൊറൂട്ടോ അവൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.